വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ച് വളർന്ന വിളയും, വായിക്കാതെ വളർന്ന വളയും. വായനയെ പറ്റിയിട്ട് കുഞ്ഞുണ്ണി മാഷ് എഴുതിയ വരികൾ കേൾക്കാത്തവരായിട്ട് മലയാളികൾ കുറവായിരിക്കും. കാരണം വായനയെ പറ്റിയിട്ട് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് മാഷ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് വായിച്ചാൽ വിളയുന്നതും അല്ലെങ്കിൽ വളയുന്നതും, വായിക്കാതിരുന്ന വളഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? ചിന്തിച്ചിട്ടുണ്ടോ? വായിക്കണം വായിക്കണം എന്ന് കുറെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഇഷ്ടത്തോടെ വായിച്ചു തുടങ്ങാത്ത കൂട്ടുകാരോടാണ്. അല്ലെങ്കിൽ ഈ വെക്കേഷനിലെങ്കിലും ഒന്ന് വായിച്ചു തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന കൊച്ചനിയന്മാരോടും അനിയത്തിമാരോടായിട്ട് കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. എങ്ങനെയാണ് വായിച്ച് വളർന്ന വിളയുന്നതും വായിക്കാതെ വളർന്ന വളഞ്ഞു പോകുന്നത് എന്ന ഒരു ചെറിയ രഹസ്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ വായിക്കണം വായിക്കണം എന്ന് കുറെ കാലമായിട്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ വായിക്കാൻ പറ്റിയിട്ടില്ല. ഒരു പേജോ അല്ലെങ്കിൽ ഒരു പുസ്തകമൊക്കെ വായിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റണില്ല. ഇങ്ങനെയൊക്കെയാണ് മനസ്സിലൂടെ കടന്നു പോലും. പൊതുവെ വായിക്കണം എന്നതിന്റെ പ്രാധാന്യം അറിയാത്തവരായിട്ട് ആരുമില്ല. ഇനി വീണ്ടും ഇത് പറഞ്ഞു തന്നിട്ട് എന്താ കാര്യം എന്ന് ആരും ചിന്തിക്കണ്ട. ഞാൻ വീണ്ടും നിങ്ങൾ വായിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല വന്നിട്ടുള്ളത്. വായിക്കുന്ന സമയത്ത് എന്താണ് ശരിക്കും നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? അതുകൊണ്ടാണ് ഈ വായന ഇമ്പോർട്ടൻ്റ് ആവുന്നതും. അപ്പൊ അതറിയാതെ ഇങ്ങനെ വായിക്കണം വായിക്കണം എന്ന് പറഞ്ഞു നടന്നുകൊണ്ടൊന്നും ഒരിക്കലും വായന ഒരു ശീലമായിട്ടുണ്ടാവില്ല. അത് വീണ്ടും നമ്മൾ ഇതുവരെ പ്രയാസപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വായിച്ച് തീർത്തിട്ടുണ്ടെങ്കിൽ, മാർക്ക് കിട്ടാനോ അസൈൻമെന്റ് എഴുതാനോ ഒക്കെ ആയിട്ട് വായിച്ച് തീർത്തിട്ടുണ്ടെങ്കിൽ അത്തരം ഒരു വായനയായി മാത്രമേ നിലകൊള്ളുള്ളൂ. ശരിയായ വായനയിൽ നിങ്ങളിൽ സംഭവിക്കുന്നത് എന്താണെന്നും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ബ്രെയിൻ്റെ ആക്ടിവിറ്റീസും എങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നൊരു കാര്യം കൂടി നിങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ശീലമാക്കാനുള്ള നമ്മുടെയൊക്കെ ഒരു താല്പര്യം കുറച്ചുകൂടി മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ വീഡിയോയില് വായന നമ്മളെ ന്യൂറോളജിക്കലി അതുപോലെ തന്നെ സൈക്കോളജിക്കലി എങ്ങനെയാണ് ബെറ്റർ ആക്കാൻ പോകുന്നത് എന്ന കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊരു കോമ്പണന്റ് ആണ് മറ്റുള്ള എല്ലാ ജീവജാലങ്ങളിൽ നിന്നും നമ്മളെ വ്യത്യസ്തമാക്കുന്നത്? നമ്മളൊരിക്കലും ഒരു ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ജീവിയല്ല, നമ്മളൊരിക്കലും ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ജീവിയല്ല. മാത്രമല്ല, നമ്മളൊരിക്കലും ഇനി മറ്റുള്ള ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ മറ്റ് ജീവികളെ ഭയങ്കരമായ രീതിയിൽ തോൽപ്പിച്ച് കളയുന്ന അത്തരത്തിൽ ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ഒരു ജീവിയല്ല. നമുക്ക് എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് എന്തൊരു കാര്യത്തിലാണ് നമ്മൾ എക്സെപ്ഷണൽ ആകുന്നത്, എന്തൊരു കോമ്പണന്റ് ആണ് മറ്റുള്ള ജീവികളിൽ നിന്നും നമ്മളെ വ്യത്യസ്തരാക്കുന്നത് എന്നൊരു സിമ്പിൾ ചോദ്യം. എന്താ നിങ്ങളുടെ ഉത്തരം? ഇറ്റ്സ് ലാംഗ്വേജ്, ഭാഷയാണ്. ഭാഷാപരമായി കൊണ്ട് ആശയങ്ങൾ കൈകാര്യം ചെയ്യാനും വ്യത്യസ്തമായ ഭാഷകൾ മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു കോംപ്രഹെൻഷൻ എബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എവല്യൂഷണലി അച്ചീവ് ചെയ്തു വന്ന, നമ്മൾ നേടിയെടുത്ത ഒരു നെസസറി ആയിട്ടുള്ള സ്കില്ലാണ്. അപ്പൊ ഈ സ്കില്ലിന്റെ ഏറ്റവും അറ്റ്മോസ്റ്റ് ആയിട്ടുള്ള പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു രൂപമാണ്, അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് വായന എന്ന് പറയുന്നത്. സോ ഇവിടെയാണ് വായനയെ നിങ്ങൾ മാസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഏറ്റവും പ്രൊഫൗണ്ടായ രീതിയിൽ നിങ്ങളുടെ കോമ്പണൻസിനെ, മെന്റൽ വെൽബീയിങ്ങിനെ, നിങ്ങളുടെ തിങ്കിങ് പാറ്റേൺസിനെ നിങ്ങൾക്ക് ബെറ്റർ ആക്കാൻ പറ്റുക എന്നുള്ള വാതില് തുറക്കാൻ പോകുന്നത്. സോ നിങ്ങൾ വായിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഫസ്റ്റ് തിങ്, നിങ്ങളുടെ വൊക്കാബുലറി ബെറ്റർ ആവും. എങ്ങനെയാണ് വൊക്കാബുലറി ബെറ്റർ ആവുന്നത്? വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് പഠനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയുള്ള കാര്യം എന്താ വെച്ചെങ്കിൽ, നമ്മളുടെ വോക്കൽ കോഡ്സിന്റെ ആക്ടിവിറ്റി, നമ്മൾ മിണ്ടാതെയാണ് വായിക്കുന്നതെങ്കിലും നമ്മൾ റീഡ് ചെയ്യുമ്പോൾ വളരെ മിനിമൽ ആയിട്ട് രീതിയിൽ നമുക്ക് എന്തുണ്ട്, വോക്കൽ എബിലിറ്റി, വോക്കൽ കോഡ്സിന്റെ ഒരു വൈബ്രേഷൻസ് ഡിറ്റക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? നമ്മൾ മൈൻഡിൽ റീഡ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ വോക്കൽ കോഡ്സും എൻഗേജ് ചെയ്യുന്നു. വിച്ച് മീൻസ് നമ്മളുടെ വൊക്കാബുലറി, നമുക്ക് കിട്ടുന്ന വേർഡ്സ്, അതിൻ്റെ ഒരു ആർട്ടിക്കുലേഷൻസ് ബെറ്റർ ആകും. ഇതുകൊണ്ട് എന്താ കാര്യം? ദാറ്റ്സ് ദ സെക്കൻഡ് വൺ. ഒരു പുതിയ വേർഡ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സില്ലി തിങ്. ഓക്കെ, നമുക്കൊരു വേർഡ് കിട്ടുക എന്ന് പറയുന്നത് ഒരു പുതിയ ആശയമാണ്, പുതിയൊരു മീനിങ് ആണ്, പുതിയൊരു വേൾഡിലേക്കുള്ള നമ്മളുടെ തിങ്കിങ് പാറ്റേൺസിനെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പണന്റ് ആണ് ഓരോ പുതിയ വേർഡ്സും നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ബെറ്റർ ആയിട്ടുള്ള വൊക്കാബുലറി ഉള്ള ആൾക്കാർക്ക് കൂടുതലായിട്ടുള്ള ലോകത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളും കൂടുതലായിട്ടുള്ള വീക്ഷണങ്ങളും ഡെപ്തിലുള്ള വീക്ഷണങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ വൊക്കാബുലറി ബിൽഡ് ചെയ്യാൻ റീഡിങ്ങിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള മറ്റൊരു കോമ്പണന്റ് ഇല്ല എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഫോക്കസ് ആണ്. നമ്മൾ വായിക്കുന്നുണ്ട്, എക്സാമ്പിൾ നമ്മൾ ഫോണിലൂടെ നമ്മൾ പല കാര്യങ്ങളും വായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, പക്ഷെ അതൊക്കെ ഒരു പാസീവ് ആയിട്ടുള്ള റീഡിങ് ആണ്. മറിച്ച് നിങ്ങളൊരു പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് എൻഡ് ടു എൻഡ് ഒരു പേജ് മുതൽ മറ്റേ പേജ് വരെ വായിച്ച് തീർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ പേജും കണക്ട് ചെയ്ത് വായിക്കൽ നിർബന്ധമായി വരികയാണ്. വിച്ച് മീൻസ് യു നീഡ് ബെറ്റർ ഫോക്കസ്. നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിക്കൊണ്ട് നിങ്ങളുടെ വൊക്കാബുലറീസിനെ മാനേജ് ചെയ്തും നിങ്ങളുടെ കോംപ്രഹെൻഷനെ
നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്തും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടാണ് വായിക്കുന്നതെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ഒരുപാട് വേൾഡുകളിലൂടെ സഞ്ചരിക്കുകയും ഒരുപാടധികം വിഷനുകളിലേക്ക് നിങ്ങൾ എത്തിപ്പെടുകയും ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ഒരു സൂപ്പർ സ്റ്റിമുലേറ്റർ ആണ് നമ്മളുടെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം റീഡിംഗ് എന്ന് പറയുന്ന ദ മാജിക്കൽ ആക്ടിവിറ്റി. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് ദ ഇമോഷണൽ എംപതി വിച്ച് യു ആർ ഗോയിങ് ടു ഡെവലപ്പ്. അതെ, സൈക്കോളജിക്കലി നമ്മൾ പറയുമ്പോൾ കൂടുതലായിട്ട് വായിക്കുന്ന ആളുകളിൽ ബെറ്റർ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള റെസണൻസുകൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് ബിൽഡ് ചെയ്യൽ എളുപ്പമാണ്. കാരണം നമ്മളൊരാളെ ഒരു കഥ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് ആക്ച്വലി മറ്റൊരാളുടെ ലൈഫിൽ എക്സ്പീരിയൻസുകളും മറ്റൊരാളുടെ ജീവിതത്തിൽ ഉണ്ടായ പല വിഷയങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആക്റ്റീവായിട്ട് മറ്റൊരു തലത്തിൽ നമ്മളും ജീവിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഫീലിങ്സിനെ, അവരുടെ എക്സ്പ്രഷൻസിനെ, അവരുടെ ഐഡിയോളജീസിനൊക്കെ നമുക്കും റെസണേറ്റ് ചെയ്യാനും അതിൽ എംപതൈസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു കഴിവ് നമുക്ക് മെല്ലെ ഡെവലപ്പ് ചെയ്ത് വരും. സോ കേരളം പോലത്തെ, ഇന്ത്യ പോലത്തെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി നിലകൊള്ളുന്ന ഈ ഒരു നമ്മുടെ പ്രതലത്തിൽ, ഈ ഒരു സർക്കംസ്റ്റാൻസിൽ ഇത്തരം ഒരു സ്കില്ല് എന്ന് പറയുന്നത് ഒരു കേവലം സോഫ്റ്റ് സ്കില്ലല്ല, ഇറ്റ്സ് എ ലീഡർഷിപ്പ് സ്കിൽ. സോ അത്തരം ലീഡർഷിപ്പ് സ്കിൽസുകളും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് നിങ്ങൾ വായിക്കുക എന്ന് പറയുന്നത്. സോ ഗെറ്റിംഗ് ടു മൈ ഫൈനൽ പാർട്ട്, ഇതൊക്കെയാണെങ്കിലും എന്താണ് വായിക്കാൻ ഇഷ്ടമില്ലാത്തത്? എന്തുകൊണ്ടാണ് വായിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തുടങ്ങിയാൽ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത്? എന്താണ് കാരണം? ഉത്തരം വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഭക്ഷണം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല. ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ചില ഭക്ഷണങ്ങൾ ചില ആൾക്ക് ഇഷ്ടമല്ല, ചില ഭക്ഷണങ്ങൾ ചില ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ചിലപ്പം കൈപ്പക്ക ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കണം എന്നില്ല, മറിച്ച് നിങ്ങൾക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ജേണർ നമുക്ക് ഉണ്ട് എന്നതുകൊണ്ട് ഫുഡ് ഇഷ്ടപ്പെടില്ല എന്ന് നമ്മൾ വിശ്വസിക്കുമോ? എന്നതുപോലെ നിങ്ങളും എന്ത് ചെയ്യണം, റീഡിങ് ഇഷ്ടമല്ല, റീഡിങ് പറ്റണില്ല എന്നുള്ള ആ ഒരു വിശ്വാസം മെല്ലെ മാറ്റി വെക്കണം. നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് ആളുടെ ജേണർ കണ്ടുപിടിച്ചില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജനറൽ ഏതാണെന്നുള്ള അതിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പുസ്തകം ഏതാണെന്ന് കണ്ടെത്തി അതിന് ഫസ്റ്റ് വായിക്കുക. ആ വായന നിങ്ങൾ തുടങ്ങുന്നത് വളരെ എന്ത് ചെയ്യുക, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയി കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കൺസിസ്റ്റൻസി നിങ്ങൾ ഒറ്റ സമയം കൊണ്ട് ഒരു പുസ്തകം കൊണ്ട് വായിച്ച് തീർത്താൽ വായനയുടെ ഒരു ഹാബിറ്റ് എന്നിൽ ഉണ്ടാവും എന്നാരും വിചാരിക്കേണ്ട. ഹാബിറ്റ് ഡസൻ ഫോം ലൈക്ക് ദാറ്റ്. ഒരിക്കലും ഹാബിറ്റ് ഉണ്ടാവുന്നത് ഇത്തരത്തിലല്ല. നിങ്ങൾ ഒരു ടൈം കണ്ടെത്തുക. നിങ്ങളുടെ ഈ ഫ്രീ ടൈമാണ്, നിങ്ങളുടെ മൈൻഡ് മറ്റുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള ടാസ്കുകളിലൊന്നും ഇൻറ്റൻസ്ലി എൻഗേജ്ഡ് അല്ല, സ്കൂൾ ടൈം പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസിലേക്ക് നിങ്ങളുടെ ബ്രെയിൻ താല്പര്യപ്പെടുന്ന ഒരു മോഡ് കൂടിയായിരിക്കും ഈ ഒരു വെക്കേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രത്യേക സമയം കണ്ടുപിടിക്കുക. ആ സമയത്ത് ഒരു കോംഫി ആയിട്ടുള്ള നല്ല രസത്തിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കണ്ടുപിടിക്കുക. ചെറിയൊരു പുസ്തകം നിങ്ങൾ കണ്ടെത്തുക. ആ പുസ്തകത്തിൽ ഒരു 20 മിനിറ്റ് ഡെയിലി നിങ്ങൾ വായിച്ചു തുടങ്ങി, അതായത് 20 മിനിറ്റ്സ് ഡെയിലി നിങ്ങൾ വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഐ എം കോൺഫിഡൻറ്റ് ദാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുഖസുന്ദരമായിട്ട് ഒരു പുസ്തകം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു മാസം തന്നെ തീർക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഹാബിറ്റ് ഇന്ന് മുതലേ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജനറൽ ഏതാണെന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്യണം. അത് മിസ്റ്ററി ആണോ, ഫിക്ഷൻ ആണോ, സൈഫൈ ആണോ, അതല്ല നോവലുകളാണോ, ഓട്ടോബയോഗ്രഫീസ് ആണോ, എന്ത് തന്നെയാണെങ്കിലും അത് ഫിഗർ ഔട്ട് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, വായന എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുക. ഇനിയുള്ളവരാണെങ്കിൽ അതിനെന്ത് ചെയ്യുക, ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങാം. ഓക്കെ, നിങ്ങൾ ഈ വെക്കേഷനിൽ വായിക്കാൻ ഉദ്ദേശിക്കുന്ന പുസ്തകം ഏതാണെന്നുണ്ടെങ്കിൽ കമന്റ് ഡൗൺ ചെയ്യുക, ബാക്കിയുള്ളവർക്കും അത് ഹെൽപ്ഫുൾ ആവട്ടെ. സോ ലെറ്റ് us conclude this with an interesting quote. A reader lives 1,000 lives before he dies. The man who never reads lives only once. Thank you.